നാഹൂമിന്റെ പ്രവചനവും നിനവയുടെ പതനവും. പ്രിയ കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ 34-ാമത്തെ പുസ്തകമായ നാഹൂമിലേക്ക് കടക്കുകയാണ്. നാഹൂം എൽക്കോശിൽ നിന്നുള്ള ഒരു പ്രവാചകനാണ്. യഹൂദ ചരിത്രത്തിൽ എൽക്കോശ് ഗലീലയിലെ ഒരു സ്ഥലമായിട്ടാണ് കാണപ്പെടുന്നത്. ആ സ്ഥലമാണ് പിന്നീട് പ്രവാചകനായ നാഹൂമിന്റെ പേരിൽ അറിയപ്പെട്ട കഫർനഹൂം. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ വീര്യപ്രവർത്തികൾ വളരെയേറെ കണ്ടിട്ടും മാനസാന്തരപ്പെടാത്തതിന്റെ പേരിൽ യേശുക്രിസ്തുവിന്റെ ശാസന കേൾക്കേണ്ടി വന്ന ഒരു പട്ടണവും അതുപോലെ തന്നെ യേശുക്രിസ്തുവിന് ഒരു വീടും ഉണ്ടായിരുന്ന സ്ഥലമാണ് കഫർനഹൂം. നാഹൂം എന്ന പേരിന്റെ അർത്ഥം ആശ്വാസപ്രദൻ എന്നാണ്. എന്നാൽ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ ആശ്വാസത്തിന്റെ വാക്കുകളേക്കാൾ ദൈവക്രോധത്തിന്റെയും ന്യായവിധിയുടെയും വാക്കുകളാണ് നമ്മൾ കാണുന്നത്. എങ്കിലും നാഹൂമിന്റെ കേൾവിക്കാരായ യഹൂദജനത്തിന് ആശ്വാസം നൽകുന്ന വചനങ്ങളായിരുന്നു അവയെല്ലാം. നാഹൂം പ്രവാചകന് ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ് യോന പ്രവാചകൻ. ഇവരെ രണ്ടുപേരെയും ദൈവം നിയോഗിച്ചത് നിനവയെക്കുറിച്ച് പ്രസംഗിക്കാനാണ്. യോനയുടെ പ്രസംഗം കേട്ട് നിനവേക്കാർ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. എങ്കിലും കാലം മുൻപോട്ട് പോയപ്പോൾ അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മറക്കുകയും ഇസ്രായേൽ രാജാവായ ഹോശയുടെ 9-ാം ആണ്ടിൽ അവർ ഇസ്രായേലിനെ പൂർണ്ണമായി ബന്ധിച്ച് അശൂരിലേക്ക് പ്രവാസികളായി കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് 8 വർഷങ്ങൾക്ക് ശേഷം അശൂർ രാജാവ് ഹിസ്കിയാവ് ഭരിക്കുന്ന യഹൂദക്കെതിരായി വരികയും യഹൂദയെ വെല്ലുവിളിക്കുകയും ചെയ്തു. അന്ന് യഹോവയുടെ ഒരു ദൂതൻ പുറപ്പെട്ടു വന്ന് അശൂർ പാളയത്തിലെ 1,80,000 പേരെ കൊന്നുകളയുകയും അത് കണ്ട് പേടിച്ച് അശൂർ രാജാവ് തിരിച്ച് നിനവയ്ക്ക് പോവുകയും ചെയ്തു. എന്നിട്ടും അശൂരിനൊരു മാനസാന്തരവും ഉണ്ടായില്ല. അവർ തങ്ങളുടെ പാപത്തിലും യഹൂദയെ ആക്രമിക്കുന്നതിലും മുതിർന്നു വന്നു. ഇങ്ങനെയൊരു കാലത്തിലാണ് ദൈവം നാഹൂം പ്രവാചകനെ യഹൂദയ്ക്കുള്ള ആശ്വാസവുമായി എഴുന്നേൽപ്പിച്ചത്. തങ്ങളെ വിടാതെ പിന്തുടരുന്ന അശൂരിനുള്ള ദൈവത്തിന്റെ ന്യായവിധി പ്രവചിച്ച് യഹൂദയെ ആശ്വസിപ്പിക്കുകയായിരുന്നു നാഹൂമിന്റെ പ്രവചനങ്ങളുടെ ഉദ്ദേശം. ദൈവം തീക്ഷ്ണതയുള്ളവനും പ്രതികാരം ചെയ്യുന്നവനും ആകുന്നു. യഹോവ തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിച്ചു വെക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്നും അവർ മാനസാന്തരപ്പെടണമെന്നുള്ളതുകൊണ്ട് അവൻ തന്റെ ന്യായവിധി നിവർത്തിക്കാൻ താമസിക്കുന്നു. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. മനുഷ്യൻ മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും. ദൈവം ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവനായതുകൊണ്ട് അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. അങ്ങനെ സമ്പത്ത് കൊണ്ടും സൈന്യബലം കൊണ്ടും ഉന്നതയിലായിരിക്കുന്ന അശൂർ പാഴും ശൂന്യവുമായി തീരുമെന്നും അവർ എണ്ണത്തിൽ അനേകരും പൂർണ്ണ ശക്തിമാന്മാരുമായിരുന്നാലും ഛേദിക്കപ്പെട്ടു പോകുമെന്നും ദൈവം നാഹൂം മുഖാന്തരം പ്രവചിച്ചു. ഇനി ഒരിക്കൽ കൂടി അശൂർ യഹൂദയിലേക്ക് വരികയില്ലെന്നും യഹൂദയോട് തങ്ങളുടെ ഉത്സവങ്ങളെ ആചരിക്കുവാനും നാഹൂം പ്രബോധിപ്പിച്ചു. നാഹൂമിന്റെ പ്രവചനങ്ങളെല്ലാം തന്നെ ഏകദേശം 40 വർഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചു. ദൈവം ബാബിലോൺ എന്ന സാമ്രാജ്യത്തെ അശൂരിനെതിരായി എഴുന്നേൽപ്പിക്കുകയും അവരവരെ ബദ്ധരാക്കി പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു.